നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. സിനിമാ മേഖലയിൽ ഉയർന്നുവന്ന പരാതികളിൽ കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നും നിയമവാഴ്ച ഉറപ്പുവരുത്തണമെന്നും ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള മലപ്പുറം എടപ്പാളിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. സിനിമാ മേഖല തകർന്നു പോകാതിരിക്കാനുള്ള ജാഗ്രത വേണം. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകണം. സിനിമാ മേഖലയിൽ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിക്കുന്നതിനോടൊപ്പം അപവാദങ്ങളുടെ തലങ്ങളിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകണം, അതിന് ആളുകൾ യോജിച്ചു നിൽക്കണം. മറിച്ച് അപവാദങ്ങളുടെ തലത്തിലേക്കെല്ലാം പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. എല്ലാ രംഗത്തുണ്ട്, സിനിമാ രംഗത്ത് മാത്രമല്ല. അപ്പൊ അത് പരിഹരിക്കാൻ വേണ്ടി എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കണം. ഒത്തൊരുമ ഉണ്ടാകുകയും വേണം. അതേസമയത്ത് കുറ്റത്തെ ശിക്ഷിക്കപ്പെടുകയാണ്. ഇതാണ് എന്റെ അഭിപ്രായം. ദോഷകരമായി ബാധിക്കാതിരിക്കാനുള്ള മുൻകരുതലും ഇതോടൊപ്പം ഉണ്ടാകണം. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുകയും നിയമവാഴ്ച ഉറപ്പുവരുത്തുകയും സുരക്ഷിതത്വം എല്ലാവർക്കും ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ ഇൻഡസ്ട്രി തകർന്നു പോകാതിരിക്കാൻ ഉള്ള ജാഗ്രത എല്ലാവരുടെ ഭാഗത്തും ഉണ്ടാവണമെന്നാണ്. പാഞ്ഞാൾ, മണലാടി എന്നിവിടങ്ങളിൽ ആരാധനാലയങ്ങളിൽ മോഷണം. മണലാടി മഹാവിഷ്ണു ക്ഷേത്രം, പാഞ്ഞാൾ സെന്റ് ജോസഫ് ദേവാലയം എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത്. ചെറുതുരുത്തി പോലീസ് അന്വേഷണം ആരംഭിച്ചു. മണലാടി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭണ്ഡാരവും വഴിപാട് കൗണ്ടറും കുത്തിത്തുറന്ന് പണം കവർന്നു. തിടപ്പള്ളിയിലെ സ്റ്റോർ റൂമിന്റെ വാതിലും തുറന്നിട്ട നിലയിലാണ്. ചെറുതുരുത്തി പോലീസ് SI AR നിഖിലിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. രാവിലെ ക്ഷേത്രം തുറക്കാനെത്തിയവരാണ് മോഷണ വിവരം ആദ്യം അറിയുന്നത്. ശ്രീകൃഷ്ണ ജയന്തി കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നടന്ന മോഷണത്തിൽ അപഹരിക്കപ്പെട്ട തുക എത്രയെന്ന് വ്യക്തമല്ല. പാഞ്ഞാൾ സെന്റ് ജോസഫ് ദേവാലയത്തിലെ കപ്പേള മോഷ്ടാവ് കുത്തിത്തുറന്നു. രാത്രി 2:30 നടന്ന മോഷണത്തിന്റെ ദൃശ്യങ്ങൾ തൊട്ടടുത്തുള്ള വ്യാപാര സ്ഥാപനത്തിലെ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. പിക്കാസ് ഉപയോഗിച്ച് പൂട്ട് തള്ളി തകർക്കുന്ന ദൃശ്യങ്ങളാണ് നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞിട്ടുള്ളത്. തൊട്ടടുത്തുള്ള തട്ടുകടയുടെ നിരീക്ഷണ ക്യാമറ മോഷ്ടാവ് അപഹരിച്ചിട്ടുമുണ്ട്. വ്യാപാര സ്ഥാപനങ്ങളിലും മോഷണ ശ്രമം നടന്നതായാണ് വിവരങ്ങൾ. ഇന്ന് രാവിലെ ക്ഷേത്ര മേൽശാന്തി നടക്കാൻ വേണ്ടി വന്നപ്പോൾ ക്ഷേത്രത്തിൻ്റെ പൂട്ടുകൾ പൊട്ടിച്ച് ഉള്ളിൽ കടന്ന് കള്ളം കയറിയിട്ട് ഭണ്ഡാരം മോഷ്ടിച്ച നിലയിൽ വഴിപാട് കൗണ്ടറും ബ്രേക്ക് ചെയ്ത് കണ്ടു. നമുക്ക് കുറച്ച് പൈസയുടെ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഭണ്ഡാരത്തിലത്തെ കൗണ്ടറിൽ ഉപയോഗിക്കാൻ വെച്ചിട്ടുള്ള ചില പൈസകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴാണ് സമീപത്തുള്ള പള്ളി സെൻറ്റ് ജോസഫ് ചർച്ചിലും സമാനമായിട്ടുള്ള മോഷണത്തിൻ്റെ അവിടുത്തെ CCTVയിൽ വളരെ വ്യക്തമായിട്ട് ഈ ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ പതിഞ്ഞിട്ടുണ്ട്. പരിചയമുള്ള ഒരു മുഖം തോന്നിയിട്ടില്ല, ആർക്കെങ്കിലും പരിചയമാകുന്നു. CCTV ന്യൂസ് തളി. തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ ചെറുതുരുത്തി സ്കൂളിന് സമീപത്ത് വാഹനമിടിച്ച് വൈദ്യുതി പോസ്റ്റ് തകർന്നു. ശക്തമായ മഴയിൽ റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതാണ് അപകട കാരണം. സംഭവത്തിൽ വാഹനത്തിന്റെ മുൻവശം തകർന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ക്രെയിൻ ഉപയോഗിച്ച് പോസ്റ്റ് സ്ഥലത്തുനിന്ന് നീക്കി. BJP ദേശീയ തലത്തിൽ നടത്തുന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായി മുള്ളൂർക്കര വ്യാപാര ഭവനിൽ നടന്ന യോഗത്തിൽ നിരവധി പേർ BJPയിൽ ചേർന്നു. മുൻ CPI ലോക്കൽ സെക്രട്ടറി വിജീഷ് അള്ളന്നൂർ, മുൻ അസിസ്റ്റന്റ് സെക്രട്ടറി ഭാസ്കരൻ, ലോക്കൽ കമ്മിറ്റി മുൻ അംഗം പ്രഭാകരൻ, മുൻ ബ്രാഞ്ച് സെക്രട്ടറി ഗംഗാധരൻ, AIDR മണ്ഡലം മുൻ വൈസ് പ്രസിഡന്റ് മണികണ്ഠൻ എന്നിവരടക്കം 27 പേർ BJPയിൽ അംഗത്വമെടുത്തു. യോഗത്തിൽ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് അംഗത്വ വിതരണം നൽകി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് PR രാജ്കുമാർ അധ്യക്ഷത വഹിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ, ജില്ലാ ട്രഷറർ അനീഷ് മാസ്റ്റർ, ജില്ലാ വൈസ് പ്രസിഡന്റ് IN രാജേഷ് ചേലക്കര, മണ്ഡലം പ്രസിഡന്റ് PS കണ്ണൻ എന്നിവർ സംസാരിച്ചു. BJP നമ്മുടെ രാജ്യത്തിലെ മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അതിന്റെ എല്ലാ മേഖലയിലും ജനാധിപത്യത്തെ ദീപവായു പോലെ സൂക്ഷിക്കുന്ന ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ളതാണ്. BJPയിലെ ഏത് സാധാരണക്കാരനും ആ പാർട്ടിയുടെ ഏറ്റവും പരമമായിട്ടുള്ള പദവിയിലേക്ക് എത്താൻ സാധിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഒരു സാധാരണ പ്രവർത്തകനായിരുന്ന ശ്രീ നരേന്ദ്രമോദിക്ക് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകാൻ സാധിച്ചത് അദ്ദേഹം BJPക്കാരനായതുകൊണ്ട് മാത്രമാണ്. കുലുക്കല്ലൂർ റെയിൽവേ സ്റ്റേഷനോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് NCPയുടെ സമരം. കുലുക്കല്ലൂരിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി TN ശിവശങ്കരൻ സമരം ഉദ്ഘാടനം ചെയ്തു.
ഷൊർണൂർ നിലമ്പൂർ പാതയിലെ കുലുക്കല്ലൂർ റെയിൽവേ സ്റ്റേഷനോട് അധികൃതരോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് NCPS കുലുക്കല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുലുക്കല്ലൂരിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. ഈ വഴി കടന്നു പോകുന്ന എല്ലാ ട്രെയിനുകൾക്കും കുലുക്കല്ലൂരിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്നും റെയിൽവേ വികസനത്തിനായി MP ശബ്ദമുയർത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പ്രതിഷേധ സമരം. NCP സംസ്ഥാന ജനറൽ സെക്രട്ടറി TN ശിവശങ്കരൻ ധർണ ഉദ്ഘാടനം ചെയ്തു. തന്റെ രാജ്യത്തേക്ക് കടത്തുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഒരു റെയിൽവേ ലൈനാണ് ഈ ഷൊർണൂര് നിലമ്പൂർ റെയിൽവേ ലൈൻ. ആകെ 66 കിലോമീറ്ററേ അതിന് ദൈർഘ്യമുള്ളൂ. ഏറ്റവും നീളം കുറഞ്ഞ റെയിൽവേ ലൈൻ 12 റെയിൽവേ സ്റ്റേഷനുകളെ ആകെ ഉള്ളൂ. അങ്ങനെ 1921 ഈ റെയിൽവേ ലൈൻ കമ്മീഷൻ ചെയ്യുന്നത്. 21 കമ്മീഷൻ ചെയ്ത ഈ റെയിൽവേ ലൈൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്നത് നിലമ്പൂരിലെ നല്ല നല്ല തേക്കുകൾ വെട്ടി ഗൂഡ് സ്റ്റൈലിലിട്ട് അത് കൊണ്ടുവന്ന്, നിങ്ങൾക്ക് എത്ര ആൾക്ക് അറിയുന്നറിയില്ല, മുമ്പ് ബേപ്പൂരിലേക്ക് റെയിൽവേ ലൈൻ ഉണ്ടായിരുന്നു. കേരളത്തിൽ ആദ്യമായി റെയിൽവേ ലൈൻ തുടങ്ങുന്നത് തിരൂരിൽ നിന്നും ബേപ്പൂരിലേക്കാണ്. ഇന്ന് ബേപ്പൂരിൽ റെയിൽവേ ലൈൻ ഇല്ല. ഈ ബേപ്പൂരിലെ റെയിൽവേ ലൈൻ കൊണ്ടുവരാൻ കാരണം ഉരുവിലും കപ്പലിലും ഒക്കെ തന്നെ അവിടെ സാധനങ്ങൾ വരുമ്പോൾ അത് ഗൂഡ് സ്റ്റൈലിൽ ഇറക്കി ഫറൂഖിലെത്തിക്കുന്നതിന് വേണ്ടിയാണ് ബേപ്പൂരിലേക്ക് റെയിൽവേ ലൈൻ നീട്ടിയത്. ജില്ലാ സെക്രട്ടറി KP അബ്ദുറഹ്മാൻ, ബ്ലോക്ക് പ്രസിഡന്റ് AP സുന്ദരൻ, KM ഖാദർ, മുത്തപ്പൻ വാസുദേവൻ, T അനൂപ്, C അബ്ദുൽ അസീസ്, വേഷുട്ടൻ, E രാജീവ് തത്തനപ്പള്ളി, CP പ്രകാശ്, KT നാസർ, രാമൻ പൊത്തോത്ത്, K അമ്മു, P പ്രദീപ്, K ബാബു തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. മണ്ഡലം പ്രസിഡന്റ് CP രാജ്കുമാർ അധ്യക്ഷനായിരുന്നു. പട്ടാമ്പി പാലത്തിന്റെ കൈവരികളുടെ പുനഃസ്ഥാപിക്കൽ പ്രവൃത്തികൾ തുടങ്ങി. കഴിഞ്ഞ ദിവസം രാത്രി മുതൽ ശനിയാഴ്ച പുലർച്ചെ വരെയായിരുന്നു ആദ്യഘട്ട പ്രവൃത്തികൾ. കൈവരികൾ പുനഃസ്ഥാപിക്കൽ പ്രവൃത്തികൾ ഉടൻ പൂർത്തിയാക്കാനാണ് ലക്ഷ്യം. മഴയിൽ തകർന്ന പട്ടാമ്പി പാലത്തിന്റെ കൈവരികളുടെ പുനഃസ്ഥാപിക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി മുതലാണ് പ്രവൃത്തികൾ ആരംഭിച്ചത്. ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം രാത്രി 10 മണി മുതൽ ഇന്ന് രാവിലെ പുലർച്ചെ വരെ പാലത്തിലൂടെയുള്ള ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. പഴയ കൈവരികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവൃത്തികളാണ് ഇപ്പോൾ ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. 18 ലക്ഷം രൂപ ചെലവിലാണ് പാലത്തിന്റെ കൈവരികളുടെ പുനർനിർമ്മാണം നടക്കുന്നത്. പാലക്കാട് സ്വദേശിയാണ് ടെൻഡർ എടുത്തിരുന്നത്. ജൂലൈ 30 ഭാരതപ്പുഴ കരകവിഞ്ഞതോടെ പട്ടാമ്പി പാലത്തിലൂടെ വെള്ളം കയറിയാണ് പാലത്തിന്റെ കൈവരികൾ തകർന്നത്. തുടർന്ന് കൈവരികൾ പുനഃസ്ഥാപിക്കുവാൻ 1 മാസം എടുക്കേണ്ടി വന്നു. ഇപ്പോഴും നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയായിട്ടില്ല. ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ മാത്രമേ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കുവാൻ ഇടയുള്ളൂ. പാലത്തിന്റെ ഇരുവശങ്ങളിലായാണ് ഇപ്പോൾ കൈവരികൾ പുനഃസ്ഥാപിക്കുന്ന പ്രവൃത്തികൾ നടപ്പാക്കുന്നത്. കൈവരികളുടെ സ്ഥാപിക്കൽ പ്രവൃത്തികൾ തുടരുമ്പോഴും പാലത്തിലൂടെയുള്ള ഗതാഗത കുരുക്കിന് ശമനമില്ല. പട്ടാമ്പിയിൽ പുതിയ പാലം ഉടൻ യാഥാർത്ഥ്യമാക്കണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് BJPയുടെ നേതൃത്വത്തിൽ MLA ഓഫീസിലേക്ക് മാർച്ച്. മേലെ പട്ടാമ്പിയിൽ പോലീസ് മാർച്ച് തടഞ്ഞു. BJP സംസ്ഥാന വക്താവ് പത്മനാഭൻ സമരം ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പിയിൽ പുതിയ പാലം യാഥാർത്ഥ്യമാക്കുക, പട്ടാമ്പി ടൗണിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണുക, റോഡുകളുടെ തകർച്ച പരിഹരിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് BJP പട്ടാമ്പി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മേലെ പട്ടാമ്പി കൽപ്പകയിൽ നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത്. മേലെ പട്ടാമ്പി ജംഗ്ഷനിൽ മാർച്ച് പോലീസ് തടഞ്ഞു. ഇത് പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ തോതിൽ ഒന്നും തള്ളലിനും ഇടവരുത്തി.
തുടർന്ന് BJP സംസ്ഥാന വക്താവ് ശ്രീ പത്മനാഭൻ സമരം ഉദ്ഘാടനം ചെയ്തു. മാത്രമല്ല ഈ ദുരിതം കേരളമുണ്ട്. ഈ ദുരിതം കേരളം മുഴുവനുണ്ട്. കാരണം ഈ ദുരിതത്തിന് നേതൃത്വം കൊടുക്കുന്നത് പിണറായി വിജയനാണ്. ഇതൊരു ദുരിത ഭരണമാണ്, ദുരന്ത ഭരണമാണ്. ഇവർക്ക് ഈ സംസ്ഥാനത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധ്യമല്ല. പരിഹാരം നമ്മൾ കാണും. നമ്മൾ ഈ സംസ്ഥാനത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും. ഇവിടെ ഇന്നലെ സുരേഷ് ഗോപി പറഞ്ഞു എയിംസ് വരുമില്ലെങ്കിൽ ഞാൻ ഈ പണി നിർത്തും. അങ്ങനെ പറയാൻ നട്ടലുള്ള ഒരു പാർട്ടിയെ ഇന്ത്യയിലുണ്ട്, അത് BJP-യാണ്. ഞങ്ങൾ പറഞ്ഞത് ചെയ്യില്ലെങ്കിൽ ഈ പണി നിർത്തി പോകുമെന്ന് ഞങ്ങൾ തന്റെ ഇടത്തോടെ പറയും. കേരളത്തിൽ എയിംസ് വരണമെങ്കിൽ എന്റെ നാട്ടിൽ സ്ഥലം അളക്കുന്നുണ്ട്. എത്ര ദിവസമായി അളക്കാൻ തുടങ്ങിയിട്ട്, എത്ര വർഷമായി അളക്കാൻ തുടങ്ങിയിട്ട് അളന്നിട്ട് കാര്യമല്ലല്ലോ. നേരത്തെ പറഞ്ഞതുപോലെ പൈസ കൊടുത്തിട്ട് അത് വാങ്ങിയിട്ട് കേന്ദ്രത്തോട് ഇതാ വാങ്ങിയിട്ടുണ്ടെന്ന് പറയണ്ടേ? അതിന് പൈസ ഇല്ലല്ലോ. അപ്പോൾ ഈ ഇന്ത്യ രാജ്യത്തെ ഗവൺമെന്റ്, കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി സഹായിച്ച് പദ്ധതികൾ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ പോലും ഇവിടത്തെ തകരാറ് കാരണം നടക്കുന്നില്ല. അത് ഈ കേരളം മുഴുവനുള്ള പ്രശ്നമാണ്. മണ്ഡലം പ്രസിഡന്റ് PC സന്തോഷ് അധ്യക്ഷനായിരുന്നു. BJP ദേശീയ നിർവാഹക സമിതി അംഗം V രാമൻകുട്ടി, ജില്ലാ വൈസ് പ്രസിഡന്റ് V ജയൻ, മറ്റു നേതാക്കളായ പൂക്കാട്ടിരി ബാബു, C അനിൽകുമാർ, ഗോപി പൂവക്കോട്, MP മുരളീധരൻ, A സുരേഷ് തുടങ്ങിയവരും പങ്കെടുത്തു. പൊതുവിടങ്ങളിൽ നിക്ഷേപിച്ച് മാലിന്യ പ്രശ്നം സൃഷ്ടിക്കുന്ന വിവിധ പാഴ്വസ്തുക്കൾ തന്റെ വീട്ടുപരിസരത്ത് അലങ്കാരമാക്കി മാറ്റുകയാണ് വരവൂർ ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡ് മെമ്പർ സേതുമാധവൻ. ചില്ലുകുപ്പികൾ, ടയറുകൾ ഉൾപ്പെടെ വിവിധ വസ്തുക്കളാണ് ചായം പൂശി മനോഹരമാക്കി വീട്ടിലും ഉദ്യാനത്തിലും അലങ്കാര വസ്തുക്കളാക്കി മാറ്റുന്നത്. ജനപ്രതിനിധിയായിരിക്കെയുള്ള തന്റെ തിരക്കിനിടയിലാണ് ഈ കലാവിരുദിന് സേതുമാധവൻ സമയം കണ്ടെത്തുന്നത്. ഇതുകൂടാതെ മുറ്റം നിറയെ വിവിധ തരത്തിലുള്ള ചെടികളും ടെറസിൽ കോവയ്ക്കയും പാഷൻ ഫ്രൂട്ടും ഉൾപ്പെടെയുള്ള കൃഷിയുമായി ചെറുവനത്തിന്റെ പ്രതീതിയാണ് ഇദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്തേക്ക് കടന്നു ചെന്നാൽ. കുട്ടികൾ ഉൾപ്പെടെ ബോട്ടിൽ ആർട്ടും മറ്റും പഠിക്കുന്നതിനായി തന്നെ സമീപിക്കാറുണ്ടെന്നും സേതുമാധവൻ പറയുന്നു. കൂടുതലായിട്ട് ഉപയോഗശൂന്യമായ വേസ്റ്റ് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. പുതിയതായിട്ടൊന്നും വാങ്ങിക്കുന്നില്ല. പുതിയതായിട്ട് വാങ്ങിക്കുന്നത് കുറച്ച് പെയിൻറ്റുകൾ മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ. അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി പുതിയ ആൾക്കാർക്കും സ്കൂൾ കുട്ടികളെല്ലാം നിറയെ ഇവിടെ വരുന്നുണ്ട്. നോക്കാനും വായിക്കാനും പഠിക്കാനും ഇത് പഠിപ്പിച്ചു കൊടുക്കാനും എല്ലാം പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ സമയം കുറച്ച് കുറവായ കാരണം ഇപ്പോൾ ഇതാ ഒരുപാട് കുപ്പികളെല്ലാം കൊണ്ടുവന്ന് വെച്ച് ഡിസൈൻ പെയിൻ്റ് അടുക്കും അടിച്ച് വെച്ചിട്ടുണ്ട്. ഡിസൈനുകളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനിങ്ങനെ ഒരുവിധം പച്ചക്കറികൾ എല്ലാം തന്നെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്നും പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യം വരുന്നില്ല. കോവിഡ് കാലത്ത് തന്നെ പറഞ്ഞിരുന്നില്ല, ഇപ്പോൾ തമിഴ്നാടിൻ്റെ പച്ചക്കറി ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിരുന്നില്ല. ഇവിടെ അങ്ങനെ ഒരു വിഷയമേ വരുന്നില്ല. എനിക്ക് എൻ്റേതായ ആവശ്യത്തിനുള്ള പച്ചക്കറികളെല്ലാം ഇഷ്ടംമാതിരിയുണ്ട്. എൻ്റെ ആവശ്യം കഴിഞ്ഞിട്ട് ഞാൻ തന്നെ നമ്മുടെ പ്രവർത്തകരായ എൻ്റെ പഞ്ചായത്തിലുള്ളവർക്കും ഇവർക്കും വാഴയും പഴം കാര്യങ്ങളെല്ലാം കൊണ്ടുപോയി കൊടുക്കലുമുണ്ട്. പരുതൂർ ഗ്രാമപഞ്ചായത്ത് ആദർശ ഗ്രാമം സാഗി പദ്ധതിയിൽ ഉൾപ്പെടുത്തി പരിശീലനം പൂർത്തീകരിച്ച ടൈലറിംഗ് ബ്യൂട്ടീഷ്യൻ ബാച്ചിലെ പഠിതാക്കളുടെ സംഗമവും സർട്ടിഫിക്കറ്റ് വിതരണ ഉദ്ഘാടനവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കരിയ നിർവഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP ഹസൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർമാരായ AKM അലി, സൗമ്യ സുഭാഷ്, രജനി ചന്ദ്രൻ, രമണി, ഉമ്മർ, JSS ഡയറക്ടർ ഷൈജു, അഭിഷായ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇതോടെ നീളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.